എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 39 ശ്ലോകം 22, 23, 24, 25, 26, 27. ആ ഗോപസ്ത്രീകള് ഭഗവാൻ തങ്ങളിൽ നിന്ന് വിട്ടുപോവാണ്, ഇനി വരില്ല, ഇനി ഇവിടേക്ക് തിരിച്ചു വരണ്ടാവില്ല എന്ന് അവരുടെ മനസ്സിൽ നിന്ന് തോന്നിയിട്ട് അവർക്ക് സഹിക്കാൻ പറ്റണില്ല ഭഗവാന്റെ വിരഹം. അവരതാ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. പരസ്പരം പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് പറഞ്ഞ് കരയാണ്. അല്ലാതെ അവരെന്താ ചെയ്യാ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ഇത്രയും നേരം അവര് ബ്രഹ്മാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇനി ഇതാ അവര് പറയും, എന്തിനാ നമ്മള് ഈശ്വരനെ കുറ്റപ്പെടുത്തണത്? ബ്രഹ്മാവിനെ എന്തിനാ നമ്മളിങ്ങനെ പറയണത്? നമ്മളുടെ ആ പ്രേമഭാജനമായ ആ കൃഷ്ണനെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഒരു വാക്ക് നമ്മളോട് പറയാതെ അല്ലേ ആ തേരിൽ കയറിയിരിക്കണത്? അതെന്ന് ചോദിക്കണു അവര്. ശ്ലോകം 22. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദസൂനു ക്ഷണഭംഗ സൗഹൃദ സമീക്ഷസേന സ്വകൃതാതുരാപത വിഹായ ഗേഹാൻ സ്വജനാൻ സുരാൻ പദീൻ തദ്ദാസ്യമധോപഗതാ നവപ്രിയ. ആ ഉദാസീനനായ ദൈവത്തെ നമ്മൾ എന്തിനാ കുറ്റപ്പെടുത്തണത്? നമ്മുടെ സ്നേഹഭാജനമായ ആ ശ്രീകൃഷ്ണനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതന്നെയാ ന്യായം. അത് മനസ്സിലാക്കിയിട്ടെന്നുള്ള പോലെ അവര് പറയാണ്. ഈ ശ്രീകൃഷ്ണന്റെ സ്നേഹം ഇത്ര ക്ഷണത്തിലില്ലാതെയായല്ലോ. പ്രജനായകനായ നന്ദന്റെ പുത്രൻ എന്ന നിലയിലെങ്കിലും നമ്മളെ സ്നേഹിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ അമന്ദഹാസം, കടാക്ഷം എന്നീ ചേഷ്ടകളാൽ പരവശകളായി വ്യസനിക്കുന്ന നമ്മളെ കണ്ട് യാത്ര പോലും പറയാതെ പോവാൻ പുറപ്പെട്ടിരിക്കണമല്ലോ. നമ്മൾക്കോ ആ സുന്ദരമൂർത്തിയിലുള്ള ആ പ്രേമം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അതിന്റെ പുതുമ കൂടി വരണതല്ലാതെ കുറയണേയില്ല. എത്രയോ ദിവസങ്ങളായിട്ട് നമ്മള് ഭഗവാനെ മാത്രം പ്രേമിച്ചുകൊണ്ടിരിക്കണം. ആ പരമപ്രേമത്തിന് അധീനതകളായി വീടുകളെയും സ്വജനങ്ങളെയും പുത്രന്മാരെയും ഭർത്താക്കന്മാരെയും എല്ലാം ഉപേക്ഷിച്ച് നമ്മളുടെ ശരീരത്തെ അദ്ദേഹത്തിനായി സമർപ്പിച്ച് ദാസ്യഭാവത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ പരമാർത്ഥമായിട്ട് ഇപ്പൊ ഭഗവാന്റെ ദാസികളാണ്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആ നമ്മളെ ഒന്ന് നോക്കുകയും കൂടി ചെയ്യാതിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ പിന്നെ നമുക്ക് സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചും വരണമല്ലോ എന്ന് പറയാം. കഷ്ടം. ഹേ സഖികളെ, നിങ്ങൾ എഴുന്നേക്കൂ. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണേ? യാത്ര പറയാതെ പോവാൻ ഒരുങ്ങിയ കൃഷ്ണനെ നമ്മൾ ചെന്ന് പിടിച്ചു നിർത്തണം. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി ശ്രീകൃഷ്ണനെ പിടിച്ചു നിർത്താം എന്ന് പറയണ ഒരു സഖി ധൈര്യപൂർവം. സുഖം പ്രഭാതാരജനീയമാശിഷ സത്യാബഭൂവു പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേ പാസ്യന്ത്യവാങ്കോൽക്കലിതസ്മിതാസവം. തങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആ കാന്തനെ വേറൊരു സ്ത്രീ നോക്കുമ്പോ ആ സ്ത്രീകൾക്കുണ്ടാവുന്ന ആ ഈർഷ്യ സ്ഫുരിപ്പിച്ചുകൊണ്ട് ഗോപികള് ആ മധുരാപുരത്തിൽ വസിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അസൂയപ്പെട്ടുകൊണ്ട് പറയുക. ഇന്ന് രാവിലെ ആ മധുരാപുരയിൽ വസിക്കുന്ന സ്ത്രീകളെല്ലാവരും ശുഭസൂചകമായ മംഗളപദാർത്ഥങ്ങൾ കണി കണ്ടിട്ടുണ്ടാവും. നിശ്ചയം അവരുടെ മനോരഥങ്ങൾ മുഴുവനും അവർക്ക് സാധിച്ചു. ഉറപ്പാണത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മധുരാപട്ടണത്തിൽ സുഖമായി പ്രവേശിക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ നേത്രകടാക്ഷം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്ന മന്ദഹാസമാകുന്ന ആ മകരന്ധത്തിന്റെ നിവാസ സ്ഥാനമായിരിക്കുന്ന മുഖത്തെ അവര് സാനുരാഗം കണ്ട് സന്തോഷിക്കും. ആ സ്ത്രീകളുണ്ടല്ലോ, ആ കടാക്ഷം കൊണ്ട് സ്ത്രീകളിങ്ങനെ ശൃംഗാര ചേഷ്ട കൊണ്ട് കടാക്ഷിക്കുമ്പോ ആ നമ്മുടെ ശ്രീകൃഷ്ണന്റെ മുഖത്തുണ്ടാവണ ആ മന്ദഹാസം ഉണ്ടല്ലോ, ആ മുഖം ഇങ്ങനെ സുന്ദരമായിട്ട് അങ്ങോട്ട് വികസിക്കും, താമരപ്പൂവ് പോലെ. ആ മുഖത്തെ അവരിങ്ങനെ സഹാനുരാഗം കണ്ട് സന്തോഷിക്കുണ്ടാവും. ഇപ്പൊ അങ്ങനെ അവര് സന്തോഷിക്കും. രാവിലെ ഭഗവാൻ അവിടെ ചെല്ലുമ്പോ നമ്മുടെ കൃഷ്ണൻ അങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ അസൂയ കൊണ്ട്
ദുഃഖം കൊണ്ടും അവര് വല്ലാത്ത വ്യസനിക്കണം ഗോപസ്ത്രീകൾ. പിന്നെ എന്താ പറയണു, താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതേ ഗൃഹീത ചിത്ത പരവാൻ മനസ്യപി കഥം പുനർന്ന പ്രതിയാസ്യതേ ബല രാമ്യ സലജ്ജസ്മിത വിഭ്രമേ ഭ്രമൻ. ചിലര് പറയും അതല്ല, അങ്ങനെയൊന്നും പറയണ്ട സഖി, 2 ദിവസം കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ കൃഷ്ണന് ഇരിക്കാൻ പറ്റില്ല, നമ്മൾ മടങ്ങി വരും എന്നൊരു ഗോപസ്ത്രീ പറഞ്ഞപ്പോ പറയാണ്, ഹേ അബലകളെ, നമ്മള് കൃഷ്ണനെ സ്വാധീനപ്പെടുത്താൻ ശക്തിയില്ലാത്തവരാ. എന്തുകൊണ്ടെന്നാ, നമ്മള് പരിഷ്കാരം ഇല്ലാത്ത വെറും ഗ്രാമീണ വനിതകളല്ലേ. അവരോ മഥുരാപട്ടണത്തിൽ വസിക്കുന്ന സമർത്ഥകളാണ്. നമ്മൾക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ കൂടി അറിഞ്ഞുകൂടാ. അവരോ തേൻ പോലെ മധുരമുള്ള വാക്കുകൾ പറഞ്ഞും ലജ്ജ, മന്ദഹാസം മുതലായ ശൃംഗാര ശ്രേഷ്ഠകളൊക്കെ പ്രകാശിപ്പിച്ചും ശ്രീകൃഷ്ണന്റെ മനസ്സിനെ അവര് വശീകരിക്കും. പിന്നെ ശ്രീകൃഷ്ണൻ എങ്ങനെയാ മടങ്ങി വരിക? പിന്നെ എങ്ങനെയാ നമ്മുടെ അടുത്തേക്ക് വരിക? ഒരിക്കലും വരില്ല സഖി, പറയണ ആ ഗോപസ്ത്രീ. അപ്പൊ വേറൊരു ഗോപസ്ത്രീ പറയണു, അതൊന്നുമല്ല, ധീരനല്ലേ അദ്ദേഹം, വ്രജത്തിൽ വേറെ ചില ബന്ധുക്കളും പിന്നെ കൃഷ്ണന്റെ മാതാപിതാക്കളും ഒക്കെ ഇല്ലേ, അവര് കൂട്ടിക്കൊണ്ടുവരാണ്ടിരിക്കോ? അപ്പൊ മറ്റേ ഗോപസ്ത്രീ പറഞ്ഞു, അതൊന്നുമില്ല, അവിടെയുള്ള ആ മുക്താംഗനകളിൽ മനസ്സ് പതിഞ്ഞ ശ്രീകൃഷ്ണൻ ഇനി നമ്മളുടെ അരികത്ത് വരില്ല, ഉറപ്പ് ഞാൻ പറയാം എന്ന് പറയാണ്. അദ്യധ്രുവം തത്ര ദൃശോ ഭവിഷ്യത്തെ ദാശാർഹ ഭോജാന്തക വൃഷ്ണി സാത്വതാം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തിയേ ചാത്വനി ദേവകീസുതം. ഇതുവരെ നമ്മൾ അനുഭവിച്ച മഹോത്സവം ഇപ്പോ ആ മധുരാപുരവാസികൾക്ക് സിദ്ധിക്കും. ഇനി അവരാണ് സന്തോഷത്തോടെ കഴിയാൻ പോണേ എന്ന് അസൂയയോടെ പറയവര്. സൗന്ദര്യ മാധുര്യാദി മഹാഗുണങ്ങളുടെ വാസസ്ഥാനവും മഹാലക്ഷ്മിയെ കൂടി ആനന്ദിപ്പിക്കുന്ന മഹാപുരുഷനുമായ നമ്മുടെ കൃഷ്ണൻ നടന്നു പോകുമ്പോ കാണുന്നവരുടെയും മധുരാപട്ടണവാസികളായ ആ ദാശാർഹ ഭോജാന്തക വൃഷ്ണികളുടെയും കണ്ണുകൾക്ക് എത്ര ഭാഗ്യമാണ് അവരുടെ കണ്ണുകൾക്ക് സിദ്ധിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള ആ പരമാനന്ദം ഇനി അവരാണ് അനുഭവിക്കാനിട വരുന്നത്. ഇനി അവരാണ് അനുഭവിക്കാൻ പോണത് നിശ്ചയം. കൃഷ്ണൻ ഇനി മടങ്ങി വരില്ല എന്ന് പറയണ. വളരെ അവർക്ക് വിരഹം കൊണ്ട് എന്തൊക്കെയോ ചെയ്യണ്ടേ പറയണ്ടേന്ന് അറിഞ്ഞുകൂടാതെ. മൈതദ്വിധസ്യാകരുണസ്യ നാമഭൂത് അക്രൂരയിത്യേതദീവ ദാരുണ യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാൽ പ്രിയം നേഷ്യതി പാരമത്വന. ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിരിക്കുന്ന അക്രൂരനെ അവരിങ്ങനെ ശപിക്കുകയാണ്. ഇങ്ങനെ ക്രൂരപ്രവൃത്തി ചെയ്യുന്ന ആ കരുണാഹീനന്, അക്രൂരൻ എന്നുള്ള പേര് ഇത്ര നല്ല പേരൊന്നും അത് യുക്തല്ല അയാൾക്ക്. ഇവനേക്കാൾ മീത ക്രൂരനായിട്ടുള്ള വേറൊരാള് ഇല്ലാത്തത് കൊണ്ട് അക്രൂരൻ എന്നിങ്ങനെ പേരോടുകൂടി വന്നവൻ മഹാഭയങ്കരനാ. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന നമ്മളുടെ അരികത്ത് വന്ന് നിങ്ങൾ വ്യസനിക്കണ്ട, കൃഷ്ണനെ ഇപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് മാത്രമേ ഉള്ളൂ, ഉടനെ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കണ്ടോ അവൻ? അതുകൂടി ചെയ്യാതെ നമ്മളുടെ ആത്മാവിനേക്കാൾ പ്രിയരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ നമുക്ക് പോവാൻ ഒരിക്കലും ചെന്നെത്താൻ സാധിക്കാത്ത ദൂരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവല്ലേ ആ ക്രൂരൻ. ഇവനേക്കാൾ മീത ക്രൂരൻ ഈ മറ്റാരാളുള്ളത്? അവനെ ദേഷ്യം വന്നിട്ട് പറയവര്, അനാർദ്രധീരേഷ സമാസ്ഥിതോരഥം തമന്വമേജത്വരയന്തി ദുർമദ ഗോപാനോഭിസ്ഥവിരേരുപേക്ഷിതം ദൈവം ജനോത്യതികൂലമീഹതി. ക്രൂരൻ കരുണാഹീനനാണ്, അതിരിക്കട്ടെ. ഇതുവരെ സ്നേഹിച്ചിരുന്ന നമ്മുടെ ശ്രീകൃഷ്ണൻ കൂടി മനസ്സിൽ ലേശ കലിവ് കാണിക്കാതെ, ഒരു ദയം കാണിക്കാതെ തേര് കയറിയിരിക്കണം. കണ്ടില്ലേ നിങ്ങൾ? കൃഷ്ണൻ കയറിയ ഉടനെ വണ്ടികളൊക്കെ പൂട്ടിക്കെട്ടി പുറപ്പെട്ടിരിക്കുന്ന മതാന്തന്മാരായ ആ ഗോപന്മാരോ വേഗം പോവുക എന്ന് വ്യക്തപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ അഭിനയം കണ്ടു നിൽക്കുന്ന ഉപനന്ദാദികളായ വൃദ്ധന്മാര് അന്ന് അവര് പറയണ്ടേ പോകണ്ട, ഇപ്പൊ ഇത്ര ഇങ്ങനെ വേഗം പോകരുത്, എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് പോകുമെന്ന് പറയണ്ടേ? അവര് മുടക്കണുണ്ടോ? അതുമില്ല. അവര് പറഞ്ഞാ ഫലിക്കില്ല എന്നുള്ള വിചാരം കൊണ്ടായിരിക്കും ഒന്നും പറയാതെ നിൽക്കുകയാണ് ചെയ്യണത്. അതും പറയണ്ട അവര്.
ദൈവവും നമ്മൾക്ക് പ്രതികൂലമായി തീർന്നിരിക്കണം. ഈശ്വരൻ പോലും നമ്മൾക്ക് പ്രതികൂലനാണല്ലോ സഖികളെ. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ അനുകൂലിക്കുന്ന പക്ഷം ഇപ്പൊ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ തക്ക വല്ല വിഘ്നവും സംഭവിച്ചു കാണാനില്ല. എന്തെങ്കിലും ഒരു വിഘ്നം സംഭവിക്കണ്ടോ? ഇല്ല. അപ്പോ ഈശ്വരനും അതന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഇവര് പോകട്ടെ എന്ന് തന്നെയാണ്. അതന്നെയാവും ദൈവത്തിന്റെ ഹിതം. അപ്പൊ നമുക്ക് ദൈവസഹായം ഉള്ളതായിട്ട് നമുക്ക് തോന്നണില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവര് പറയണു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ തേരിന്റെ മുമ്പിൽ ചെന്ന് അങ്ങോട്ട് കിടക്കാം. അപ്പൊ എങ്ങനെയാ ഒരു തേര് ഓടിച്ചു കൊണ്ടുപോവാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ചേർന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.